സൂര്യനും മറ്റ് ഗ്രഹങ്ങൾക്കുമൊപ്പം സൗരയൂഥത്തിലാണ് നമ്മളുള്ളത്. അതുപോലെ ഒട്ടനവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ചേർന്നതാണ് മിൽക്കി വേ എന്ന നമ്മുടെ ഗാലക്സി. നമ്മുടെ ഗാലക്സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മറ്റൊരു ഗാലക്സിയാണ് ആൻഡ്രോമെഡ. മിൽക്കി വേയിനേക്കാളും 2 ഇരട്ടിയിലധികം വലുപ്പം ആൻഡ്രോമെഡയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ മിൽക്കി വേയിൽ കാണുന്നതിനേക്കാൾ 2 ഇരട്ടിയിലധികം സ്റ്റാർസും ഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ആൻഡ്രോമെഡയിൽ നമുക്ക് കാണാനാകും. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും ആൻഡ്രോമെഡയും നമ്മുടെ ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയും തമ്മിൽ കൂട്ടിയിടിക്കാൻ പോവുകയാണെന്നുള്ളത്. ഏകദേശം 4.2 ബില്യൺ ഇയേഴ്സുകൾക്ക് അപ്പുറമായിരിക്കും അത്തരത്തിലുള്ള ഒരു ഭീകരമായ കൊളിഷൻ നടക്കാൻ പോകുന്നത് എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നത്. എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ആ അതിഭീകരമായിട്ടുള്ള കൊളിഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് എല്ലാ ഗാലക്സിക്കും ഒരു സ്ഫെറിക്കൽ ഹാലോ കാണും. സ്ഫെറിക്കൽ ഹാലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗാലക്സിയെ ആവരണം ചെയ്തിട്ടുള്ള ആ ഗ്യാസസിനെയാണ്. ആൻഡ്രോമെഡയുടെ ഹാലോയും മിൽക്കി വേയുടെ ഹാലോയും ഇപ്പോൾ തമ്മിൽ കൂടിക്കലർന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് കൂടിച്ചേരുകയാണ്. അതിനർത്ഥം ആ അതിഭീകരമായ കൊളിഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. അതായത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണത്. നമുക്കത് എന്നാണ് അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത് കംപ്ലീറ്റ്ലി കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, നമ്മുടെ സൂര്യൻ അവിടെ അതേപോലെ ഉണ്ടാവുമോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ശാസ്ത്രജ്ഞർ പറയുന്നത് നമ്മുടെ ഭൂമിക്ക് കാര്യമായിട്ട് കേടുപാടൊന്നും പറ്റില്ല എന്നാണ്. പക്ഷേ സൂര്യൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവർക്ക് ഉറപ്പിച്ച് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ നമുക്ക് സൂര്യൻ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഭൂമി തണുത്തുറഞ്ഞുള്ള ഒരു ഗ്രഹമായി മാറിയേക്കാം. നാസ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് യൂസ് ചെയ്ത് പഠനങ്ങൾ നടത്തി വരികയാണ്. നമുക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. പക്ഷേ ആ അതിഭീകരമായ കൊളിഷൻ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.